ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നമ്മച്ചേട്ടത്തി സ്പെഷ്യൽ 2.0 ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ, അമ്മച്ചി ഇല്ല, ഈ ചായന് ഇവിടെ ഇല്ല. അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഏത്തക്ക പുളിശ്ശേരി എന്ന് പറയും. അതൊന്ന് എല്ലാവരും ഉണ്ടാക്കി ഒന്ന് നോക്കണം, അതൊന്ന് കഴിച്ചു നോക്കണം. അടിപൊളിയാണ്, ഞാൻ ഉണ്ടാക്കി നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്കത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, 2 ഏത്തക്ക ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പഴുത്തത്. ഇത്തിരിയും കൂടി പഴുത്താൽ കുഴപ്പമില്ല, എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ചേർക്കാനുള്ളത് കുറച്ച് തേങ്ങ മതി, ഒരു മുറി തേങ്ങയൊന്നും വേണ്ട, അതിൻ്റെ പാതി മതി. പിന്നെ ചെറുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 ചില വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ ഒരു നുള്ളി ജീരകം. ഇത്രയാണ് അതിന് അരയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമുക്ക് ഈ ഏത്തക്ക ഒന്ന് അടപ്പയിലേക്ക് വെക്കാം, അത് നമുക്ക് മുറിച്ച് റെഡിയാക്കാം. ഓക്കെ, ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട. നന്നായിട്ട് ഏത്തയ്ക്ക നന്നായിട്ട് കഴുകി എടുത്താൽ മാത്രം മതി. ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട. ഇത് 2ആയിട്ട് ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഈ ഒരളവിൽ, ഇതുണ്ടോ, ഈ ഒരളവിൽ മുറിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ കഷ്ണങ്ങൾ മുറിച്ചപ്പോഴേ ഒരു നല്ലൊരു വലിയ ഏത്തയ്ക്കായിരുന്നല്ലോ, അത് മുറിച്ചപ്പോൾ ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഞാൻ അതിൻ്റെ പാതി എടുത്തിട്ടുള്ളൂ. ഒരു ഏത്തയ്ക്കയും ഒരെണ്ണത്തിൻ്റെ പാതി എടുത്തിട്ടുള്ളൂ. അത് ഇത്തിരി കൂടുതലായതുകൊണ്ടാണ്, കഷ്ണങ്ങൾ ഒത്തിരി കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇനി നമുക്ക് നോക്കിയിട്ടിടാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് നെടുവേലൊന്ന് മുറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം മതി, ഇതൊന്ന് വേകാൻ വേണ്ടിയുള്ള മാത്രമുള്ള വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്കിത് അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ്, പച്ചമുളക് ഇത്രയാക്കി നമ്മൾ അടപ്പത്ത് വെച്ചു ഒന്ന് നന്നായിട്ട് വേകട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മളൊരു 3-4 കഷ്ണം ചെറുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, ചെറിയൊരു പീസ് ചെറുത് ഇഞ്ചി, ഒരു 3-4 ചുള വെളുത്തുള്ളി, ജീരകം, പിന്നെ അര കപ്പ് തേങ്ങ. അത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, ഒന്നുകൂടെ നന്നായിട്ട് വേകട്ടെ. കടപ്പൊക്കെ നിർത്തി മാറ്റി തീക്കൊന്ന് കുറച്ച് ഒന്ന് ഇളക്കി. കണ്ട, അധികം വെള്ളമില്ല കേട്ടോ, വെള്ളം അധികം ഇതാക്കണ്ട, ഇത്തിരി കൂടെ ഒന്ന് വെന്തോട്ടെ. നമ്മളിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നല്ല കട്ട തൈരാണെങ്കിൽ അടിപൊളിയായിരിക്കും. കട്ട തൈരാണ് വേണ്ടത് ഇതിന്. കട്ട തൈര് ചെറുതായിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ അല്ലാതൊന്ന് ഇതൊന്ന് ഇതാക്കി എടുക്കണം. കാരണം അതിനകത്ത് ഒരുപാട് കട്ടയായിട്ടിരിക്കരുത്, ഒന്ന് ഇതായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ തേങ്ങായി നല്ല വെള്ളം ചേർക്കാതെ അരച്ച് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ പഴമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയും പതിയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തിളയ്ക്കരുത്. തിളയ്ക്കാതെ നമ്മുടെ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ തവിയിൽ ആവി വരുന്ന പരുവം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിനിടയ്ക്ക് നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നോക്കട്ടെ. ഇത്തിരി കൂടി ഉപ്പ് വേണം. പിന്നെ ഒരു കുറച്ച് പുളിയുള്ള തൈരാണെങ്കിൽ നന്നായിരിക്കും. ഇതൊരു കാരണവശാലും തിളയ്ക്കാൻ ഇടവരരുത്. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇളക്കുന്നതിനിടയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഇട്ടു. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതാണ് പാകം. നമ്മുടെ തവിയിൽ നന്നായിട്ട് ആവി പൊന്തുന്ന പാകമാകുമ്പോൾ നിർത്തി വെക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏത്തയ്ക്ക പുളിശ്ശേരിയാണിത്. അപ്പം നമ്മുടെ തവിയിൽ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് താളിക്കാം. ഓക്കെ, ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് അതിനകത്ത് താളിക്കാനേ അതിനാവശ്യമായ സാധനങ്ങളൊക്കെ എടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 3-4 വറ്റൽമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കും. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഈ ചെറുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ചെറിയ കാശ്മീരി പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കറിയിലേക്ക് താളിക്കും. നമുക്ക് പതിയെ ഒന്ന് ഇളക്കി വെച്ചെടുക്കാം. അപ്പം നമ്മുടെ ഏത്തയ്ക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഏത്തയ്ക്ക എന്ന് ഞാനീ പറയുന്നു. നമ്മുടെ ഏത്തപ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഏത്തപ്പഴ പുളിശ്ശേരിയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഏത്തപ്പഴ പുളിശ്ശേരി അമ്മച്ചിയെ ടേസ്റ്റ് നോക്കാൻ വിളിക്കാം. അപ്പം നമുക്ക് അമ്മച്ചിയെ വിളിക്കാം കേട്ടോ. അമ്മച്ചിയെ വാ. അമ്മച്ചി, ഞാൻ വെച്ച പുളിശ്ശേരി അമ്മച്ചി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കണം കേട്ടോ. ഒന്ന് ടേസ്റ്റ് നോക്ക്. ചൂടുണ്ട് കേട്ടോ. ചൂടാണേ. അമ്മച്ചി വെക്കുന്ന പോലെ ആയിട്ടുണ്ടോ? ഓ, താങ്ക് യു. എന്നോട് അല്ലേ കിടക്കണേ? അല്ല, മുല്ലപ്പൂമ്പടി ഏറ്റി കിടക്കും കല്ലിന് കൊണ്ടുവരേണ്ട ആ സംരംഭം എന്നാണല്ലോ. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു അപ്പീലും ഇല്ല. അപ്പോൾ എൻ്റെ പ്രേക്ഷകർ അല്ലേ, നമ്മുടെ പ്രേക്ഷകർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, ഇതേപോലെ തന്നെ. അപ്പം എന്താ അമ്മച്ചി? അപ്പൊ ആ കറി വളരെ നന്നായിരിക്കുന്നു. വളരെ രസകരമായ ഒരു കറിയാണ്. ഏത്തപ്പഴം പുളിശ്ശേരി ആണല്ലോ നമ്മൾ വെച്ചത്. ഏത്തപ്പഴം ഇട്ടാണ് പുളിശ്ശേരി. മോര ഒഴിച്ചിട്ടാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. തൈര് ഒഴിച്ചാണ്
ഈ ഏത്തപ്പഴത്തിൽ ഈ തൈരും കൂടി ഒഴിച്ച് തേങ്ങ അരച്ചിട്ടാണ് ഇത് കറിയാക്കിയിരിക്കുന്നത്. ആ കറി കൂട്ടി ചോറ് തിന്നാൻ ആഴിയരുടെ ചോറ് തിന്നാം കേട്ടോ. നല്ല രസമുള്ള കറി. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ട്രൈ ചെയ്യുന്ന നോക്കിയതിന് ശേഷം ഞങ്ങൾ കമന്റ് ഇടുക. നല്ലൊരു കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ പറയാമേ. ബൈ.